വീടിന് നാണക്കേടുണ്ടാക്കാനായി ജനിച്ച സന്തതി, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. അച്ഛൻ തലയിൽ കയ്യും വെച്ച് പ്രാകുന്ന കേട്ട് ഞാനൊരു നിമിഷം പോലും തരിച്ചിരുന്നില്ല. ഞാൻ ജനിച്ചയുടനെ തന്നെ എൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. പിന്നെ വളർന്ന മുഴുവൻ അച്ഛൻ്റെ ശാപവാക്കുകൾ കേട്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു. അമ്മ എന്നെ പ്രസവിച്ച ദിവസം തന്നെ മരിച്ചത് എൻ്റെ കുഴപ്പം കണ്ടാണെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. എൻ്റെ ജാതകം എഴുതിച്ചപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞിരുന്നത്രേ, തള്ളയുടെ തലയെടുത്തവൻ വീട് മുടിക്കാനായി ജനിച്ചതാണെന്ന്. ജ്യോത്സ്യത്തെ അന്ധമായി വിശ്വസിച്ചിരുന്ന അച്ഛന് എൻ്റെ ജാതകം വലിയൊരു ആശ്വാസമായിരുന്നു. മറ്റൊരു സ്ത്രീയുമായി രഹസ്യബന്ധം പുലർത്തിയിരുന്ന അച്ഛന് തൻ്റെ തെറ്റുകൾ മറക്കാനുള്ള ഏക വഴി. മരിച്ചവിടെ ചേച്ചി ഞാനും തനിച്ചാണ്. അച്ഛന് ജോലിക്ക് പോവേണ്ടതിനാൽ മക്കളെ നോക്കാൻ ഒരു സ്ത്രീ കൂടിയേ തീരുവെന്ന് അച്ഛൻ്റെ ബന്ധുക്കൾ അദ്ദേഹം തന്നെ ബോധ്യപ്പെടുത്തിച്ചു. അറിഞ്ഞവർക്ക് അച്ഛൻ പറഞ്ഞാണ് ശരിയെന്ന് തോന്നി. അങ്ങനെയാണ് അച്ഛൻ ആ സ്ത്രീയെ തന്നെ വിവാഹം കഴിച്ച്. പിന്നീട് വീടിൻ്റെ ഭരണം ആ സ്ത്രീയുടെ കൈകളിലായി. അവർ പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്ന ഒരു യന്ത്രമനുഷ്യനായി അച്ഛൻ മാറിയെന്നതാണ് സത്യം. അവർക്കിടയിൽ പലപ്പോഴും ഞാനും ചേച്ചി ഒരു ബാധ്യതയായി മാറി. പലപ്പോഴും അമ്മയുടെ മരണം കൂടുതൽ കഷ്ടത്തിലാക്കിയത് ചേച്ചിയെയാണ്. പ്രായപൂർത്തിയാവുന്ന ഒരു പെൺകുട്ടിക്ക് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറഞ്ഞു കൊടുക്കാനായി ചേച്ചിക്ക് ആരുമുണ്ടായിരുന്നില്ല. ചേച്ചിയെ ചീറ്റപ്പൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ അച്ഛൻ തീരുമാനമെടുത്തു. എന്നെ വീട്ടിൽ തന്നെയും. ചേച്ചി 10ാം ക്ലാസ് പാസ്സായതോടെ അമ്മയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. ഞാൻ സ്കൂളിലേക്ക് പോകാനൊരുങ്ങിയാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് രണ്ടാനമ്മ പഠിപ്പ് മുടക്കും. ശരിക്കും 10ാം ക്ലാസ്സോടെ എൻ്റെ പഠിത്തം അവസാനിച്ചു. പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും ശാപവാക്കുകൾ മാത്രമായിരുന്നു മിച്ചം. രണ്ടാനമ്മയ്ക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പോരിതിലും കൂടുമായിരുന്നു. രണ്ടാനമ്മയുടെ അബദ്ധസഞ്ചാരം ഞാൻ കണ്ടതോടെ ഞാൻ അവരെ കയറി പിടിച്ചെന്ന് അച്ഛനോട് അവർ പറഞ്ഞു കൊടുത്തു. അതിനായിരുന്നു ഇപ്രാവശ്യം ശാപവാക്കുകൾ. മനസ്സ് നേറിയപ്പോൾ ഞാൻ ആ വീടിൻ്റെ പടികളിറങ്ങി. അമ്മയുടെ കുഴിമാടത്തിനരികിൽ നിന്ന് കുറച്ചു നേരം നിശബ്ദമായി പ്രാർത്ഥിച്ചു. ഒരു കുളിർത്തന്നൽ എന്നെ മെല്ലെ തഴുകി തലോടി. അതിൽ അമ്മയുടെ സ്വരം എൻ്റെ കാതിൽ വീണു. എൻ്റെ ഉണ്ണി വിഷമിക്കേണ്ട, ഒരു നാൾ അച്ഛന് നിന്നെ മനസ്സിലാവും. നീർമണിത്തുള്ളികൾ ഉറവെടുത്തോടെ ഞാൻ അവിടുന്ന് ഇറങ്ങി നടന്നു. 15 വയസ്സുകാരന് വിശന്നപ്പോൾ ചെന്ന് കൈ നീട്ടിയത് ഒരു വേശ്യയുടെ വീട്ടിലും. പക്ഷെ എനിക്ക് ആഹാരം തന്ന സ്ത്രീ എനിക്ക് ദേവതയെ പോലെയാണ് തോന്നിയത്. എൻ്റെ കഥകൾ അറിഞ്ഞതും അവിടെ എത്ര കാലം താമസിക്കാനും അവർ അനുവാദം നൽകി. പല രാത്രികളും പല പുരുഷന്മാരുടെ മുറിയിൽ കടന്നു ചെല്ലുന്ന ഞാൻ കണ്ടു. ഒരിക്കൽ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചീത്തയായി ജീവിക്കുന്നതെന്ന്. അന്ന് അവരുടെ ജീവിതം എന്നോട് വിശദീകരിച്ചു. അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട അവർ ബന്ധുവീടുകളിലാണ് ജീവിച്ച്. ചെറുപ്രായത്തിൽ അവരെ ഏതോ ഒരു ബന്ധു പീഡിപ്പിച്ചു. അത് സ്ഥിരമായപ്പോൾ അവരെതിർത്തു. പക്ഷെ അപ്പോഴേക്ക് അവർ വേശ്യയായി മുദ്രകുത്തപ്പെട്ട് ആ വീട്ടിൽ നിന്നും പുറത്തായി. പിന്നീട് ഈ തൊഴിൽ തന്നെ സ്വീകരിച്ചു. ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ട് വരാം, ഈ തൊഴിൽ നിർത്താൻ കഴിയുമോ? ഞാൻ പറഞ്ഞത് അവർക്ക് 100 വട്ടം സമ്മതമായിരുന്നു. ഇത് നിർത്താൻ അവരൊരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന പണികൾ ചെയ്ത് കിട്ടുന്ന ശമ്പളം അവരെ ഏൽപ്പിച്ചു. അമ്മയുടെ സ്ഥാനം ഞാൻ അവർക്ക് നൽകി. അവരുടെ കൂടെയുള്ള ജീവിതം കാരണം പലരും എന്നെ സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ടു. ചേച്ചി സ്നേഹിച്ച പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോയെങ്കിലും അവൾക്ക് അവിടെ സുഖമാണെന്ന് തിരിച്ചറിവ് സന്തോഷം നൽകി. എങ്കിലും ആങ്ങളയുടെ കടമ തീർക്കാൻ പറ്റാത്ത ഒരു വിഷമമായി എന്നിൽ അവശേഷിച്ചു. വർഷങ്ങൾ ഓടിമറിഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കൽ അച്ഛൻ രണ്ടാനമ്മയുടെ ചതി മനസ്സിലാക്കി. പക്ഷേ എല്ലാം അദ്ദേഹം തിരിച്ചറിയുമ്പോഴേക്കും സ്വത്തും പണവും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അച്ഛൻ എന്നും അച്ഛൻ തന്നെയാണ്. ആ സ്ഥാനം പിതാവിന് മാത്രം അർഹതപ്പെട്ടതാണ്. അദ്ദേഹം തെരുവിലലയുന്ന മകനെന്ന നിലയിൽ നീ ഒരു പരാജയമാവും. തെറ്റ് ചെയ്യുന്നവർക്ക് മനുഷ്യരല്ല ശിക്ഷ നൽകേണ്ടത് ദൈവം. നീ മകനെന്ന നിലയിൽ നിന്റെ കടമ ചെയ്യുക. ആ അമ്മ എനിക്ക് മകൻ്റെ കടമ ബോധ്യപ്പെടുത്തി തന്നു. വളർന്നു വലുതായാൽ അച്ഛനോട് പ്രതികാരം ചെയ്യണമെന്ന ചിന്ത എന്നിൽ തീർത്തും ഇല്ലാതെയായി. ഞാൻ എൻ്റെ പിതാവിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈ അമ്മ ഒരിക്കൽ ചീത്തയായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. അച്ഛന് നാണക്കേടില്ലെങ്കിൽ ഇവിടെ ജീവിക്കാം. അച്ഛൻ്റെ കൂടപ്പുറപ്പായിട്ട് അമ്മയെ കാണാം. മോനെ, നീ അച്ഛനോട് ക്ഷമിക്കണം. കണ്ണുള്ളപ്പോൾ ഞാൻ കണ്ണിൻ്റെ വിലയറിഞ്ഞില്ല. തെറ്റുകൾ ആർക്കും സംഭവിക്കാം. അവർക്ക് നല്ലതാവാൻ കഴിയുമെങ്കിൽ ഒരവസരം നൽകുക എന്നത് പുണ്യം തന്നെയാണ്. അച്ഛനോട് ക്ഷമ പറയേണ്ട ആവശ്യമില്ല. ഇന്നോളം മകന് പകർന്നു നൽകാതിരുന്ന സ്നേഹം കുറേശ്ശെയായിട്ട് എനിക്ക് നൽകിയാൽ മാത്രം മതി. ഉള്ളിലെ സങ്കടങ്ങൾ പതിയെ നീങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ പതിയെ അച്ഛൻ ഉരുവിട്ടു. നീ തലതെറിച്ചവനല്ല, ഉത്തമനായ മകനാണ്. മക്കളെക്കുറിച്ച് നല്ല വാക്കുകൾ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോഴാണ് ഒരു പിതാവിൻ്റെ ജന്മം സഫലമാവുന്നത്.